എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പരമ്പരാഗത സദ്യകളിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് കുറുക്ക് കാളൻ. ഇലയിൽ വിളമ്പിയാൽ ഒഴുകിപ്പോവാതെ അവിടെ തന്നെ ഇരിക്കുന്ന നല്ല കട്ടിയുള്ള കാളനാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ കട്ടിക്കാളനെന്നും പറയാറുണ്ട്. മറ്റ് കാളനുകൾ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ചേനയും നേന്ത്രക്കായും ആണ് ഉപയോഗിക്കുന്നത്. കുമ്പളങ്ങ, വെള്ളരിക്ക അങ്ങനെ മറ്റു കഷ്ണങ്ങളൊന്നും ഇതിന് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ കുറുക്ക് കാളൻ ഉണ്ടാക്കാനായിട്ട് ചേനയും നേന്ത്രക്കായും തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറുക്ക് കാളന് കുറച്ച് വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നേന്ത്രക്കായുടെ തൊലി ഇതുപോലെ കളഞ്ഞിട്ട് വേണം കഷ്ണങ്ങളാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഈ കുറുക്ക് കാളൻ ഒരു ഉരുളിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കഷ്ണങ്ങൾ വേഗത്തിൽ വേവിച്ചെടുക്കാനായിട്ട് വേണമെങ്കിൽ കുക്കർ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറുക്ക് കാളൻ തയ്യാറാക്കാം. കുറുക്ക് കാളൻ തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. പച്ചമുളകൊന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് കഷ്ണങ്ങളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് പച്ചമുളക് കീറാതെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ചധികം കുരുമുളക് പൊടിയും അല്പം മാത്രം മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കുക്കറിലും ചെയ്യാം കേട്ടോ. കഷ്ണങ്ങൾ വേവിച്ച ശേഷം കുക്കറിൽ നിന്നും കടായിലേക്ക് മാറ്റിയാലും മതി. കഷ്ണങ്ങളെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. കുറുക്ക് കാളനിൽ നല്ല പുളിയുള്ള കട്ടയുടച്ച തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തൈര് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വറ്റി വരണം. നല്ല കട്ടിയിൽ തിക്കായിട്ട് ഈ കറി വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. തേങ്ങ ചിരുവിയതിലേക്ക് ചെറുജീരകം കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കരുത്. ഇതുപോലെ നല്ല കട്ടിക്ക് അരച്ചെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പുളിയും എരിവുള്ള ഒരു കറിയാണിപ്പോൾ. അതൊന്ന് ബാലൻസ് ആവാനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറിക്ക് നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് നെയ്യിൽ ഉലുവാപ്പൊടി വറുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഉലുവാപ്പൊടി നെയ്യിൽ വറുക്കുന്നതിന് പകരമായിട്ട് മുഴുവൻ ഉലുവ നെയ്യിൽ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ നെയ്യിൽ വറുത്ത ഉലുവാപ്പൊടി കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യിൽ വറുത്ത് ഉലുവാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു അരോമയും ഫ്ലേവറും ആയിരിക്കും കേട്ടോ. ഈ കറിയുടെ ഹൈലൈറ്റ് തന്നെ അതാണ്. അങ്ങനെ കുറുക്ക് കാളൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കറിയിലേക്ക് വറുത്തിടാം. കുറുക്ക് കാളനിൽ ഉണക്കമുളക് വറുത്തിടാറില്ല. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മാത്രം മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ റെഡിയാവും.